ദേവന്മാരുടെ കാൽക്കീഴിൽ കിടന്ന് ഞെരിഞ്ഞ് നട്ടം തിരിയുമ്പോഴും ചെറു രാജ്യങ്ങളായി ഭിന്നിച്ച് പരസ്പരം പോരടിച്ച് ഒടുവിൽ ശിഥിലമായി തീർന്ന പ്രാചീന അസുര സാമ്രാജ്യത്തിൻ്റെ മഹാപുരാണമാണ് രാവണൻ പരാജിതരുടെ ഗാഥ എന്ന കൃതി. അടിച്ചമർത്തപ്പെട്ടും ഭ്രഷ്ടരാക്കപ്പെട്ടും 3000 വർഷം ഇന്ത്യയിൽ ജീവിച്ചു പോന്ന പരാജിതരായ അസുര ജനതയുടെ ഇതിഹാസ കഥ. ഉരുക്കുപോലെ ദൃഢമായ ഇച്ഛാശക്തിയും തീക്ഷ്ണമായ വിജയേച്ഛയും കൈമുതലായുള്ള യുവാവായ രാവണൻ്റെ പിന്നിൽ നല്ലൊരു ഭാവി ജീവിതം സ്വപ്നം കണ്ട് അസുരപ്രജകൾ അണിനിരന്നു. ജാത്യാധിഷ്ഠിതമായ ദേവന്മാരുടെ ഭരണത്തിൻ്റെ നുകത്തിൻ കീഴിൽ നിന്ന് തൻ്റെ ജനതയെ മോചിപ്പിച്ചുകൊണ്ട് രാവണൻ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നയിച്ചു. എന്നാൽ അവസാന സമയത്ത് രാവണൻ തിരിച്ചറിയുന്നു, മറ്റാരുടെയോ ഭാഗധേയത്തിൻ്റെ പൂർത്തീകരണത്തിനായിരുന്നു താൻ ജനിച്ചതെന്ന്. മറ്റൊരാൾക്ക് ദേവനായിത്തീരാൻ, ദേവപദവിയിലേക്കുള്ള വഴിയൊരുക്കാനായിരുന്നു തൻ്റെ നിയോഗമെന്ന്. ഇതുവരെ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ രാമായണത്തിലെ രാവണൻ്റെ വേറിട്ട മുഖമാണ് ഈ കൃതിയിൽ ആനന്ദ നീലകണ്ഠൻ കോറിയിട്ടിരിക്കുന്നത്.